ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക്സും അതുപോലെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ രണ്ട് ടോപ്പിക്സാണ്. ഫസ്റ്റ് അപ്ലിക്കേഷൻ വരുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, NDT എന്ന് പറയും. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് വിത്തൗട്ട് എനി ഡിസ്ട്രക്ഷൻ ടു ദ മെറ്റീരിയൽസ് ആൻഡ് വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ ടു ദെയർ ഫർദർ യൂസസ് ആൻഡ് സർവീസസ്. The present condition and quality of the material can be examined without destroying their properties. മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിന് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രക്ഷനും ഉണ്ടാക്കാതെ, വിത്തൗട്ട് എനി ഡിസ്ട്രക്ഷൻ ടു ദ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ ടു ദെയർ ഫർദർ യൂസ് ആൻഡ് സർവീസസ്. ഭാവിയിലേക്ക് അവയുടെ ഉപയോഗത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാത്ത രീതിയിൽ മെറ്റീരിയലിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനും അതുപോലെ ക്വാളിറ്റിയുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് NDT മെത്തേഡ് എന്ന് പറയുന്നത്. So it is a method of testing of materials, the present condition of the and quality of the materials without making any obstruction to the material and without any problem to their further uses and services. So ഇനി നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് അൾട്രാസോണിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കാറുള്ളത്? Ultrasonic non-destructive testing can be used to detect imperfections like the flaws, എന്തെങ്കിലും കുറവുകളുള്ള ക്രാക്കുകൾ, ബ്രേക്കിംഗ്സ്, cavities, air pockets or similar discontinuities in materials like metals. മെറ്റൽസിൽ, മെറ്റാലിക് ബ്ലോക്കുകളിൽ ഇതുപോലെയുള്ള വിള്ളലോ പൊട്ടലോ ക്യാവിറ്റികളോ എയർ പോക്കറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെൻസിറ്റി പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വേരിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഫ്ലോ ഓർ ക്രാക്ക് ഇൻ ദ മെറ്റൽ ബ്ലോക്ക് പ്രൊഡ്യൂസസ് എ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ മീഡിയം. ഒരു ക്രാക്കോ ഫ്ലോയോ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ മീഡിയത്തിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാക്കും. വെൻ അൾട്രാസോണിക് വേവ്സ് പാസ് ത്രൂ ദിസ് ഡിസ്കണ്ടിന്യൂറ്റി, ഇറ്റ് ഈസ് പാർഷ്യലി റിഫ്ലക്റ്റഡ് ഫ്രം ദ റീജിയൻ ആൻഡ് പാർഷ്യലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഇറ്റ്. അതായത് ഓരോ ഡിസ്കണ്ടിന്യൂറ്റി എത്തുമ്പോഴും അവിടെ വെച്ച് അൾട്രാസോണിക് വേവ്സിന് റിഫ്ലക്ഷൻ ഉണ്ടാവും, അതുപോലെ പാർഷ്യലായിട്ട് റിഫ്രാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഉണ്ടാവും. The intensity of reflected and transmitted components is decided by the nature, size and shape of the discontinuity. ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഷേപ്പും സൈസും അതുപോലെ അതിൻ്റെ സ്വഭാവവും, ഫ്ലോ ആണോ, ഡെൻസിറ്റി വേരിയേഷൻ ആണോ, ക്രാക്ക് ആണോ, എയർ പോക്കറ്റ് ആണോ, അല്ല വെറും ക്യാവിറ്റി ആണോ, ഇങ്ങനെയുള്ള നേച്ചറിനൊക്കെ അനുസരിച്ച് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിഫ്ലക്ഷനും അതുപോലെ ട്രാൻസ്മിഷൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി ഉണ്ടാവാറുള്ളത്. ദിസ് മെത്തേഡ് ഹാസ് ഹൈ റിലയബിലിറ്റി, സേഫ്റ്റി, ഫർദർ യൂസ്ഫുൾനെസ്. ഇതൊക്കെയാണ് ഈ മെത്തേഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകളായിട്ട് പറയുന്നത്. റിലയബിൾ ആണ്, സേഫ് ആണ്, ഫർദർ ആയിട്ട് ആ മെറ്റീരിയലിൻ്റെ ഫർദർ യൂസിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. 3 ടൈപ്പിലാണ് അൾട്രാസോണിക് വേവ്സിൻ്റെ NDT മെത്തേഡ് സാധാരണ ഉപയോഗപ്പെടുത്താറുള്ളത്. ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് പൾസ് എക്കോ മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പൾസ് റിഫ്ലക്ഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫ്ലോ ഡിറ്റക്ഷൻ ഇൻ മെറ്റാലിക് ബ്ലോക്സ്. മെറ്റാലിക് ബ്ലോക്സിലുള്ള ഫ്ലോ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഇത് വൈഡ്ലി യൂസ് ചെയ്യാറുള്ളത്. ഇൻ ദിസ് മെത്തേഡ് അൾട്രാസോണിക് വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ വൺ സൈഡ് ഓഫ് ദ സ്പെസിമെൻ ബൈ യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസർ അറിയാലോ, ഒരു ടൈപ്പ് ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിന് ജനറലി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ്? അൾട്രാ സൗണ്ട് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ട്രാൻസ്മിറ്റർ പ്രോബ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് ഉദ്ദേശിച്ചത്. ആൻഡ് എ കപ്ലന്റ്, നമ്മൾ ECG ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുമായിട്ട് കോൺടാക്ട് കിട്ടാൻ വേണ്ടി ജെല്ല് പോലെ തേക്കാറില്ലേ, അപ്പോൾ അതുപോലെ ഈ പ്രോബിന് താഴെ മെറ്റലിനിടയ്ക്ക് വെക്കുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് കപ്ലന്റ്. ആ കോൺടാക്ട് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദ റിഫ്ലക്റ്റഡ് വേവ്സ് ആർ കളക്റ്റഡ് ബൈ എ റിസീവർ പ്രോബ് ആൻഡ് ദെൻ ആംപ്ലിഫൈഡ്. സോ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്പെസിമെനിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവുകളെ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസീവർ പ്രോബ് യൂസ് ചെയ്യുന്നുണ്ട്. ആ റിസീവർ പ്രോബിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യും. ദ ഇൻസിഡന്റ് വേവ്, ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രം ദ ബോട്ടം ഓഫ് ദ സ്പെസിമെൻ ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രം ദ ഫ്ലോ ഇഫ് എനി ആർ അനലൈസ് യൂസിങ് എ CRO. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഇൻസിഡന്റ് വേവിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, സ്പെസിമെന്റെ ബോട്ടം പോർഷനിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മെറ്റീരിയലിൽ എന്തെങ്കിലും ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും സൗണ്ട് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്റ്റഡ് സൗണ്ടിനെയും അൾട്രാസോണിക് വേവിനെയും നമ്മൾ CRO ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട്. So specimen
ഇഫ് ദ സ്പെസിമെൻ ഈസ് ഗുഡ് വിത്തൗട്ട് എനി ഡിഫക്ട്സ്, സ്പെസിമെൻ നമ്മളിപ്പോൾ അൾട്രാസോണിക് വേവ് കടന്നു പോകുന്ന ഭാഗം ഒരു ഡിഫക്റ്റും ഇല്ലാത്തതാണെങ്കിൽ ഇൻസിഡന്റ് പൾസും റിഫ്ലക്റ്റഡ് പൾസും മാത്രമേ ഉണ്ടാവൂ. അതായത് ബോട്ടത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന പൾസും മാത്രമേ ഉണ്ടാവൂ. മറ്റുള്ള പൾസുകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് റിവീൽസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്ട്സ്. സോ അതിന് പിക്ചർ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. സോ ഇവിടെ CRO ആൻഡ് പവർ സോഴ്സ് നമ്മളിവിടെ ഡിറ്റക്ട് കാണാനുള്ള CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പാണ്, കാണാനുള്ള സിഗ്നൽ കാണാനുള്ളതാണ്. അതുപോലെ അതിൻ്റെ ആവശ്യമായ പവർ സോഴ്സും മറ്റു കാര്യങ്ങളും. സോ ഇവിടെ ട്രാൻസ്മിറ്റർ പ്രോബിൽ നിന്ന് അൾട്രാസോണിക് വേവ്സ് ഉണ്ടാവും. ആ വേവ്സ് മെറ്റീരിയലിലൂടെ പല ഡയറക്ഷനിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് AB ഡയറക്ഷനാണെന്ന് വിചാരിക്കൂ. സോ AB ഡയറക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇടയ്ക്ക് പോകുന്ന വഴിയൊരു ഫ്ലോ ഉണ്ട്. സോ ഇവിടെ വെച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ച് Bയിൽ വെച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. ഇപ്പോൾ 2 റിഫ്ലക്റ്റഡ് കമ്പോണൻസ് വരുന്നുണ്ട്. ഈ 2 റിഫ്ലക്റ്റഡ് കമ്പോണൻസും ഈ റിസീവർ പ്രോബ് റിസീവ് ചെയ്യും, അത് ആംപ്ലിഫൈ ചെയ്യും, CROയിലേക്ക് വരും. സോ ഈ ട്രാൻസ്മിറ്റർ പ്രോബ് നേരെ CROയിലേക്ക് സിഗ്നൽ പോകുന്നുണ്ട്. സോ എലോങ് AB ആണെങ്കിൽ എയിൽ നിന്ന് നേരെ CROയിലേക്ക് പോകുന്ന പൾസാണ്. ആദ്യം ടൈം ബേസ്ഡ് ആയിട്ടാണല്ലോ CROയിലേക്ക് കിട്ടുക. ഏറ്റവും ആദ്യം റിസീവ് ചെയ്യുന്നത് ഈ പൾസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള പൾസാണ് ചെറിയ ബമ്പായിട്ട് കാണുന്നുണ്ട്. ദെൻ ബോട്ടം പോർഷൻ റിഫ്ലക്ട് ചെയ്യുന്ന പൾസ്. ഇനി ലൈറ്റ് സൗണ്ട് അൾട്രാസോണിക് വേവ് പോകുന്നത് CD ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഫ്ലോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരിട്ടുള്ള പൾസ് ഇൻസിഡന്റ് പൾസിന്റെയും CROയിൽ കാണാൻ പറ്റും. അതുപോലെ ബോട്ടം പോർഷൻ റിഫ്ലക്ട് ചെയ്ത പൾസും CROയിൽ കാണാൻ പറ്റും. ബാക്കിയൊന്നും കാണാൻ സാധിക്കില്ല. സോ ഒന്നുകൂടെ ബാക്കിലേക്ക് പോകുന്നു. സ്പെസിമെൻ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഗുഡ് സ്പെസിമെൻ ആണെങ്കിൽ അവിടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എന്ത് മാത്രമേ കാണാൻ പറ്റൂ? ഇൻസിഡന്റ് പൾസും അതുപോലെ റിഫ്ലക്റ്റഡ് പൾസും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബോട്ടം പോർഷൻ റിഫ്ലക്ട് ചെയ്യുന്ന പൾസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെയല്ല, മറ്റ് പൾസുകളൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്ട്സ്. ക്ലിയർ ആയല്ലോ? ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആട്ടോ, കാരണം ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. NDTയും മെഡിക്കൽ സോണാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് SC ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മതിയാവും. കുറേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറേ അധികം കാര്യങ്ങളുണ്ട്, നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. സോ അൾട്രാസോണിക് വേവ്സിനെ ഒരു സൈഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ബൈ യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ പ്രോബ്. ദ റിഫ്ലക്റ്റഡ് വേവ്സ് ആർ കളക്റ്റഡ് by using a receiver probe and then amplified and analyzed by means of a CRO. ഇതാണ് മെയിൻ കാര്യങ്ങൾ വരുന്നത്. ദെൻ അടുത്തത് പൾസ് ട്രാൻസ്മിഷൻ മെത്തേഡാണ്. പൾസ് ട്രാൻസ്മിഷൻ മെത്തേഡ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്തൂടെ ട്രാൻസ്മിറ്റർ പ്രോബ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും, മറ്റ് സൈഡിലൂടെ നമ്മൾ അതിന് റിസീവ് ചെയ്യും. ചില സമയങ്ങളിൽ സാധിക്കാതെ വരും. അവിടെ നമുക്ക് ഏത് മാത്രമേ ഇതിപ്പോൾ 2 സൈഡ് നമുക്ക് ഈ പ്രോബ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡായിരിക്കും ബെറ്റർ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ഒരു മെറ്റാൽ വലിയ ബ്ലോക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അപ്പുറത്ത് വേറെ നിലയ്ക്ക് ഉണ്ടാവും, നമുക്ക് ഇന്റീരിയർ പോർഷനിലേക്ക് 2 സൈഡും അവൈലബിൾ ആവില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് മാത്രമേ പറ്റൂ? പൾസ് എക്കോ മെത്തേഡ് മാത്രമേ പറ്റുള്ളൂ. സോ ഈ മെത്തേഡിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പ്രോബ് ഇവിടെയാണെന്ന് വിചാരിക്കും, ഇവിടെ ഡിറ്റക്ഷൻ ഉണ്ട്, നേരെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ AB പാത്തിലൂടെ ഫ്ലോ ഒന്നുമില്ല, നമുക്ക് ഏത് മാത്രമേ കിട്ടുന്നുള്ളൂ? ഇൻസിഡന്റ് പൾസും കിട്ടുന്നുണ്ട്, അതുപോലെ ട്രാൻസ്മിറ്റഡ് പൾസ് ഇവിടെ റിസീവ്ഡ് പൾസ് ഇവിടെ കാണാൻ പറ്റും. രണ്ടിൻ്റെയും ഹൈറ്റ് ഏകദേശം ഈക്വൽ ആയിരിക്കും, കാരണം ഇവിടെ ചെറിയ തോതിലൊരു അബ്സോർപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആയിരിക്കും ഈ ട്രാൻസ്മിറ്റഡ് പൾസിനും അതുപോലെ ഡിറ്റക്റ്റഡ് പൾസ് റിസീവ്ഡ് പൾസിനും ഉണ്ടാവാം. പക്ഷേ ഫ്ലോ ഉള്ളിടത്താണെങ്കിൽ ഇവിടെ കുറച്ച് പൾസ് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രാൻസ്മിറ്റഡ് ഇവിടെ റിസീവർ പ്രോബിൽ കിട്ടുന്ന റിസീവ്ഡ് പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോസിൻ്റെ കാര്യം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. So in pulse transmission method, ultrasonic waves are transmitted through one side of the specimen and received at the other side using transducers. If the specimen is free from any defect, the intensity of the wave at the receiving point is almost same as those at the entrance. അപ്പോൾ ഇൻസിഡന്റ് പൾസിൻ്റെ അതേ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും അതായിരിക്കും റിസീവിംഗ് എൻഡിലും ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെസിമെനിൽ യാതൊരു ഡിഫക്റ്റും ഇല്ലാന്ന് മനസ്സിലാക്കും. Hence the heights of input and output peaks are almost same. If there is a cavity or flow discontinuity, the height of the output peak will be smaller. Clear ആയല്ലോ? Then pulse resonance method. അപ്പോൾ അതിന് ഫിഗർ ഒന്നുമില്ല. ഇൻ പൾസ് റെസൊണൻസ് മെത്തേഡ് രണ്ടും ആയിക്കോട്ടെ, ട്രാൻസ്മിഷൻ മെത്തേഡ് ആയിക്കോട്ടെ അതുപോലെ റിഫ്ലക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ, നമുക്ക് റെസൊണൻസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ദ ഫ്രീക്വൻസി ഓഫ് ദ അൾട്രാസോണിക് വേവ്സ് ഈസ് വേരിഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്പെസിമെൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റർ പ്രോബിലെ അവിടെയുള്ള ജനറേറ്ററിലെ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അൾട്രാസോണിക് വേവിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് ഈ മെറ്റീരിയലിന് തിക്നെസ്സിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു റെസൊണൻസ് കണ്ടീഷൻ, ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ മനസ്സിലായി അവിടെ വെച്ച് നമ്മൾ ട്യൂൺ ചെയ്ത് റെസൊണൻസ് കണ്ടീഷൻ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും അവിടെ കിട്ടുക റിസീവർ പ്രോബ്ലം കിട്ടുന്നുണ്ടാവാം, ഇല്ലേ? റെസൊണൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി പതുക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ മാറ്റി പതുക്കെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ആ റെസൊണൻസ് അതുപോലെ കീപ്പ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഫ്ലോ വന്നു കഴിഞ്ഞാൽ, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും നമുക്ക് എന്ത് സംഭവിക്കും? ആ റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെയാവും,
അപ്പോൾ അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റുകൾ പോലും ആ റെസൊണൻസ് കണ്ടീഷനിൽ വേരിയേഷൻ വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഇഫ് ദ സ്പെസിമെൻ ഈസ് ഫ്രീ ഫ്രം എനി ഡിഫക്ട്, the intensity of the resonance peak will be maximum. If there is any defect, the peak will be disappeared or its height will be decreased considerably. അപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോസോ അല്ലെങ്കിൽ ചെറിയ ക്രാക്കോ ബ്രേക്കിങ്സോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പൾസ് റെസൊണൻസ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സാധാരണയായിട്ട് സോണാർ യൂസ് ചെയ്യാറുള്ളത് ഇതുപോലെ സീ ഡെപ്ത് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ ഷോൾ ഓഫ് ഫിഷസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Sound navigation and ranging is a method used for the measurement of depth of oceans, locating submarines, icebergs, shoal of fish, etc. In this method, a sharp ultrasonic beam is sent and the reflected beam is received by using ultrasonic transducers. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ സെൻഡ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ റിസീവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ അൾട്രാസൗണ്ട് ആക്കി മാറ്റി റിസീവ് ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് റിസീവ് ചെയ്തതിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റി നമ്മൾ CRO അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. The time interval between sending the wave and receiving back the reflected wave is measured accurately. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള ഫിഗർ നേരെ താഴേക്കുള്ളതായിട്ടാണ്. ഇത് ചരിഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ ഷോൾ ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ ഇവിടേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ സിൻസ് ദ അൾട്രാസോണിക് വേവിന്റെ വെലോസിറ്റി നമ്മൾ V ആയിട്ട് എടുക്കുന്നു, മീഡിയത്തിൽ അതായത് സീ വാട്ടർ വെലോസിറ്റി നമുക്ക് V ആയിട്ട് എടുക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും, മറ്റു മെത്തേഡിലൂടെ കണ്ടെത്താൻ പറ്റും. The distance of the obstacle can be found by using the relation V is equal to, കാരണം നമ്മൾ ട്രാൻസ്മിഷനും റിസീവിങ്ങിനും ഇടയ്ക്കുള്ള ടൈമാണ് മെഷർ ചെയ്യുന്നത്. സോ ട്രാൻസ്മിഷൻ റിസീവിംഗ് എന്ന് പറയുമ്പോൾ അൾട്രാസോണിക് സൗണ്ട്, അൾട്രാസോണിക് വേവ്സ് ഇവിടെ നിന്ന് തുടങ്ങി താഴെ വന്ന് ഇവിടുത്തെ റിഫ്ലക്റ്റ് ഇവിടേക്ക് എത്തുകയല്ലേ. അപ്പോൾ 2D ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ സമയം നമ്മൾ കണക്കാക്കുന്നത്. സോ 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡെപ്തിൻ്റെ ഡബിൾ ആണ്. സോ അതിനടുത്ത സമയം T ആണ്. സോ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ 2D/T ആണ്. B കാണാനുള്ള ഇക്വേഷൻ VT/2 ആണ്. It is the distance to the obstacle or depth of the ocean and T is the time for to and fro motion of the ultrasonic wave. ക്ലിയർ ആയല്ലോ? സോ ട്രാൻസ്മിഷനും റിസപ്ഷനും ഇടയ്ക്കുള്ള സൗണ്ട് ടൈം നമ്മൾ മെഷർ ചെയ്യും. ട്രാൻസ്മിഷനും റിസപ്ഷനും ഇടയ്ക്ക് അൾട്രാസോണിക് വേവ് ട്രാവൽ ചെയ്യുന്നത് D അല്ല, നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ ദെൻ വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ് ഉപയോഗപ്പെടുത്തി നമുക്ക് ഇക്വേഷൻ പ്രകാരം ഡിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഡിസ്റ്റൻസിന് ഡബിൾ ആയി സ്പീഡ് ഈസ് ഈക്വൽ ടു നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല വേണ്ടത്, ഡബിൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ഇക്വേഷനിൽ വരേണ്ടത്. കാരണം ട്രാൻസ്മിഷനും റിസപ്ഷനും ഇടയ്ക്കുള്ള ടൈമാണ് മെഷർ ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിക്കൽ ഫീൽഡ്. ആസ് അൾട്രാസോണിക് വേവ്സ് ആർ ഫ്രീ ഫ്രം ഹാർംഫുൾ എഫക്ട്സ്, they are widely used for both diagnosis and therapy. പല കാര്യങ്ങളും പല മെഡിക്കൽ ഫീൽഡിലെ ഇൽനെസ്സും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ഡയഗ്നോസിസ്, പിന്നെ തെറാപ്പി. ഡയഗ്നോസിസ് is mostly based on ultrasound scanning, ultrasonic scanning or imaging എന്ന് പറയും. When ultrasonic waves are transmitted through our body, they get reflected from different tissues of internal organs due to difference in density. നമുക്കറിയാം, എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ചൊക്കെ ഈ അൾട്രാസോണിക് വേവ്സിന് റിഫ്ലക്ഷനും പാർഷ്യൽ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷനും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ബേസിലാണ് ഈ ഡയഗ്നോസിസ് വർക്ക് ചെയ്യുന്നത്. ദീസ് റിഫ്ലക്റ്റഡ് പൾസസ് ആർ ആംപ്ലിഫൈഡ് ആൻഡ് അനലൈസ്ഡ് ബൈ യൂസിങ് CRO, ഫ്രം വിച്ച് വി ക്യാൻ ഡയറക്ട്ലി ഒബ്സർവ് ഹേർട്ട്, ലിവർ, ബ്ലാഡർ എക്സെട്ര. ദിസ് ഇസ് കോൾഡ് അൾട്രാസോണിക് എക്കോ ടെസ്റ്റ് അല്ലെങ്കിൽ സോണോഗ്രാഫി എന്ന് പറയുന്നത്. അൾട്രാസോണിക് എക്കോ ടെസ്റ്റ് എന്ന് പറയും, അൾട്രാസൗണ്ട് സ്കാനിങ് എന്നൊക്കെ പറയാറുണ്ട്. ദെൻ അതിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സും അതുപോലെ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് കാർഡിയോ ആയിട്ട് ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടെക്നിക് ടു ഗെറ്റ് ഇമേജസ് ഓഫ് ദ ഹേർട്ട്. ദിസ് മെത്തഡ് ഇസ് വെരി കോമൺ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മെനി ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഹേർട്ട്, പമ്പിംഗ് കപ്പാസിറ്റി, ദ ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ടിഷ്യൂ ഡാമേജ് എക്സെട്ര. ദെൻ എക്കോ എൻസെഫലോഗ്രാഫി എന്ന് പറയുന്നത് ബ്രെയിനുമായി ബന്ധപ്പെട്ട എക്കോ ടെസ്റ്റ് ആണ്. ടെക്നിക് ടു ഡിറ്റക്ട് ട്യൂമേഴ്സ് ഇൻ ദ ബ്രെയിൻ. Then sonogram technology അല്ലെങ്കിൽ this echo testing is a common medical procedure that uses ultrasound to get pictures of internal organs, bones, muscles, etc. ഇപ്പോൾ ഹേർട്ടിൻ്റെയും ബ്രെയിൻസിൻ്റെ അല്ലാതെ മറ്റ് ഇന്റേണൽ ഓർഗൻസിൻ്റെ ലിവറിൻ്റെയും സ്പ്ലീനിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഈ സോണോഗ്രാം ടെക്നോളജി ഉപയോഗിച്ചില്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാറുണ്ട്. ദിസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു മോണിറ്റർ പ്രഗ്നൻസി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫീച്ചേഴ്സ് എക്സെട്ര. പ്രഗ്നൻസി മോണിറ്റർ ചെയ്യാൻ വേണ്ടി, അതായത് ഫീച്ചസിൻ്റെ അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ
ഗ്രോത്തും അതുപോലെ ഡെവലപ്മെന്റും എന്തെങ്കിലും മറ്റു കാര്യം ഓരോ 4 മാസം കഴിയുമ്പോൾ തന്നെ അതിന്റെ ബാക്കിയുള്ള ഓർഗാനിക് ഫംഗ്ഷനിങ് ലിവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങും, ഹേർട്ടൊക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം അത്തരം കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഒഫ്തൽമോളജിയിൽ വിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൾട്രാസൗണ്ട് ഈസ് വെരി യൂസ്ഫുൾ ഇൻ അറ്റൈനിങ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡീപ് റീജിയൻസ് ഓഫ് ദ ഐ എസ്പെഷ്യലി വെൻ ദ കോർണിയ ഓർ ലെൻസ് ഈസ് ഒപ്പേക്ക്. ഇപ്പോൾ ലെൻസും കോർണിയൊക്കെ പ്രായം കൂടുമ്പോൾ ഒപ്പേക്കൊക്കെ ആയിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടും ഇൻഫർമേഷൻസ് എടുക്കാനായിട്ടും നമുക്ക് ഒഫ്തൽമോളജി യൂസ് ചെയ്യാൻ പറ്റും. ട്യൂമേഴ്സ്, ഫോറിൻ ബോഡീസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിന ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് റെറ്റിന ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ, ഇപ്പോൾ റെറ്റിന അതൊരു ഡിറ്റാച്ച്ഡ് റെറ്റിന ആണെങ്കിൽ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫോറിൻ കണ്ണിൽ എന്തെങ്കിലും ഉള്ളിൽ വല്ല ഫോറിൻ ബോഡീസോ ട്യൂമേഴ്സ് ഒക്കെ കണ്ണിൽ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ആൾസോ യൂട്ടിലൈസ്ഡ് ടു മെഷർ ദ തിക്നെസ് ഓഫ് ദ ഐ ലെൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ് എക്സെട്ര. അപ്പോൾ ഐ ലെൻസിന്റെ തിക്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി അതിന്റെ ഡെൻസിറ്റി, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒപ്പേക്ക് ആണോ അത്തരം കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി പറഞ്ഞതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്, കോർണിയയ്ക്കും ഐ ലെൻസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒഫ്തൽമോളജിയിൽ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി തെറാപ്പിയിൽ, അതായത് ട്രീറ്റ്മെന്റിന് വേണ്ടി എവിടെയൊക്കെയാണ് അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മസിൽ പെയിൻസ്, റൂമാറ്റിക് പെയിൻസ് എക്സെട്ര. മസിൽ പെയിനും അതുപോലെ വാദം മൂലം ഉണ്ടാകുന്ന പെയിൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ന്യൂറോ പേഷ്യൻസിന്റെ നെർവ്സിനെ അജിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊന്ന് എന്താ പറയുക വിഗറസ്, ഈ പറഞ്ഞ നെർവ്സ് ഒക്കെ ആക്റ്റീവ് അല്ലെങ്കിൽ അവയെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ അൾട്രാസൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ടു ക്രഷ് അപ്പ് കിഡ്നി സ്റ്റോൺസ്, യൂസ്ഡ് ഫോർ ബ്ലഡ്ലെസ് സർജറി. ഇപ്പോൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് നൈസായിട്ടുള്ള ടിഷ്യൂസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലേഡ് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ബ്ലഡ്ലെസ് സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ ടൂത്ത് ഡ്രില്ലിംഗ് ആൻഡ് ആൾസോ ഫോർ പ്ലേക്ക് റിമൂവിങ്. പ്ലേക്ക് റിമൂവിങ്ങിനും അതുപോലെ ടൂത്ത് ഡ്രില്ലിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഡെന്റിസ്റ്റുകളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, ഈ അൾട്രാസോണിക് വേവ്സ് ആണ്, അല്ലെങ്കിൽ അൾട്രാസൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് പോർഷനാണ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. സോ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ച് അൾട്രാസോണിക് വേവുകളുടെ വെലോസിറ്റിയും അതുപോലെ വേവ് ലെങ്ത്തും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്സ്. സോ ഡിഫ്രാക്ഷൻ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡിഫ്രാക്ടോമീറ്റർ എന്നാണല്ലോ പേരുള്ളത്. സോ ഇതാണ് ഒരു കണ്ടെയ്നറാണ്, ഒരു ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബിലൊരു നോൺ വിസ്കസ് ആയിട്ടൊരു ലിക്വിഡ് മീഡിയം എടുത്തിട്ടുണ്ട്. ആ മീഡിയത്തിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓസിലേറ്റർ ഉപയോഗിച്ച് ഇവിടെ കോർസ് ക്രിസ്റ്റലും വെച്ച് നമ്മൾ ആ പക്ഷം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ അൾട്രാസോണിക് വേവ്സ് ഇവിടെ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ആ മീഡിയത്തിലൂടെ പോയി ഇവിടെ വെച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. ആ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഇവിടെ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാൻഡിങ് വേവ് പാറ്റേണിൽ ഈ പോർഷൻ ഇത് ആൻറ്റി നോഡാണ്, ഈ പോർഷൻ നോഡാണ് അല്ലേ. നോഡ് പോർഷനിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ആൻറ്റി നോഡ് പോർഷനിൽ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ ആക്ട് ചെയ്യും. നോഡിലൂടെ ഈ ലൈറ്റ് വേവ്സിനെ കടത്തിവിടൽ ഒപ്പേക്ക് ആയിരിക്കും. എന്നാൽ ആൻറ്റി നോഡിലൂടെ ലൈറ്റ് ട്രാൻസ്മിഷൻ നടക്കും, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നമുക്ക് ഇമ്മീഡിയറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിലൂടെ മോണോക്രോമാറ്റിക് ലൈറ്റ് ട്രാൻസ്മിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ വെലോസിറ്റിയും അതുപോലെ അൾട്രാസോണിക്സിൻ്റെ വേവ് ലെങ്ത്തും കാണാൻ പറ്റും. വെൻ അൾട്രാസോണിക് വേവ്സ് പാസിംഗ് ത്രൂ എ ട്രാൻസ്പെറൻറ്റ് ലോ വിസ്കസ് ലിക്വിഡ് ലൈക്ക് കറോസിൻ ഓർ കാർബൺ ടെട്രാക്ലോറൈഡ് ഈസ് റിഫ്ലക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ റിഫ്ലക്ടർ. ഒരു നോൺ വിസ്കസ് ലിക്വിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സിനെ നമ്മൾ റിഫ്ലക്ടർ ഉപയോഗിച്ച് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റേഷനറി വേവ്സ് ആണ് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ആൾട്ടർനേറ്റ് നോട്ട്സ് ആൻഡ് ആൻറ്റി നോട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മീഡിയം. ഇപ്പോൾ നോട്ട്സും ഉണ്ടാകും അതുപോലെ ആൻറ്റി നോട്ട്സും ഉണ്ടാകും അല്ലേ. നോഡൽ പ്ലെയിൻസ് എങ്ങനെയായിട്ട് ആക്ട് ചെയ്യും, ഒപ്പേക്ക് റീജിയനായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ആൻറ്റി നോഡൽ പ്ലെയിൻസ് ട്രാൻസ്പെറൻറ്റ് റീജിയനായിട്ടും ആക്ട് ചെയ്യും. ദിസ് സെറ്റപ്പ് ഓഫ് നോഡൽ ആൻഡ് ആൻറ്റി നോഡൽ പ്ലെയിൻസ് ബിഹേവ്സ് ലൈക്ക് എ diffraction grating and such an arrangement is called acoustic grating. Using this acoustic grating, velocity v and wavelength lambda u of ultrasonics can be determined. അപ്പോൾ ഇവിടെ ഈ അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും,
ഈ അൾട്രാസോണിക് വേവ്സിന്റെ വെലോസിറ്റിയും അതുപോലെ അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത്തും കാണാൻ പറ്റും. ഇത് ലാംഡ യു എന്ന് എഴുതാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് നമ്മൾ ലാംഡ എന്ന് എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് അൾട്രാസോണിക് വേവിന്റെ വേവ് ലെങ്ത്തിനെ ലാംഡ യു എന്ന് എഴുതിയത്. ഇനി അതിന് വർക്കിംഗ്. Parallel beam of monochromatic light from a sodium vapor lamp is collimated and allowed to fall normally on an acoustic grating. So നമ്മൾ അക്കോസ്റ്റിക് ഗ്രേറ്റിംഗ് ഉണ്ടാക്കി. അക്കോസ്റ്റിക് ഗ്രേറ്റിംഗിലൂടെ സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നു. ഡിഫ്രാക്ഷൻ നടക്കും. ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ ദ ടെലസ്കോപ്പ് ഓഫ് എ സ്പെക്ട്രോമീറ്റർ. Various orders of principal maxima are obtained on either side of central maximum. If theta is the angle of diffraction for a principal maximum of order n, then according to grating equation പഠിച്ചാണ് d sin theta. നമ്മൾ നേരത്തെ a plus b sin theta is equal to n lambda എന്ന് എഴുതാറുള്ളത്. ഇവിടെ നമ്മൾ d sin theta എന്ന് എഴുതുന്നു. അതായത് ഇവിടെ d എന്ന് എഴുതിയത് രണ്ട്, ഇത് നോഡാണ്, ഇത് നോഡാണ് അല്ലേ. അപ്പോൾ രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ a plus b ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഒരു സ്ലിറ്റിൻ്റെയും ഒരു ലൈനിൻ്റെയും വിട്ടാണ് നമ്മൾ എ പ്ലസ് ബി. സ്ലിറ്റിൻ്റെ വിട്ട് എ എന്നും ലൈൻ വിട്ട് ബി എന്നും എ പ്ലസ് ബി ഇല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നോഡ് മുതൽ അടുത്ത നോഡ് വരെയാണ്. അവിടെ നമ്മൾ ഒരു സ്ലിറ്റ് മുതൽ അടുത്ത സ്ലിറ്റ് വരെ ആകുമ്പോൾ കിട്ടിയിരുന്നതാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് നോഡ്സ് നടക്കുന്ന ഡിസ്റ്റൻസ് ഒരുമിച്ചാണ്. അപ്പോൾ ഗ്രേറ്റിംഗ് എലമെന്റ് പോലെ വരുന്നത് ഡി ആണ്. അപ്പോൾ ഡി സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ, വേർ ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ്, where d is the distance between two consecutive nodal planes or two consecutive antinodal planes, and lambda is the wavelength of monochromatic light used. d can be calculated from this grating equation. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ഡിയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. ലാംഡ വാല്യൂ നമുക്കറിയാം, ഏത് ഓർഡർ നമുക്കറിയാൻ പറ്റും. തീറ്റയുടെ വാല്യൂ നമ്മൾ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഡി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡി ഉപയോഗിച്ച് എന്ത് കാണാം? ലാംഡ യുവിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ബിക്കോസ് ഡി എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ് വരുന്നത് അല്ലേ. ഇത് ഡി, ഇതാ ലാംഡ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ വരണം. അതിൻ്റെ പകുതി പോർഷനിലെ ഡി എന്ന് വരുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ്. ലാംഡ യു ബൈ 2 ആണ്. ഓർ ലാംഡ യു ഈക്വൽ ടു ഡി. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മളവിടെ അൾട്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ട്യൂൺ ചെയ്തുണ്ടാക്കിയ ഫ്രീക്വൻസി നമുക്കറിയാം. അൾട്രാസൗണ്ട് ഫ്രീക്വൻസി നമുക്കറിയാം. വേവ് ലെങ്ത് ഇവിടെ വെച്ച് നമുക്ക് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ഓഫ് അൾട്രാസൗണ്ട് ഇൻറ്റു വേവ് ലെങ്ത് ഓഫ് അൾട്രാസൗണ്ട് വെലോസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് അൾട്രാസൗണ്ട് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം അൾട്രാസൗണ്ടിൻ്റെ വെലോസിറ്റിയും കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്പീഡും കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഡിയുടെ വാല്യൂ കാണുന്നു. നമ്മൾ നേരത്തെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എ പ്ലസ് ബി എന്നാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് നോഡുകൾക്കായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ്. അൾട്രാസോണിക് സൗണ്ട് വേവിൻ്റെ ലാംഡ ബൈ 2 ആണ്. അത് പ്രകാരം ലാംഡ യു കിട്ടും. ഫ്രീക്വൻസി ഒരു ലാംഡ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റിയും കാണാൻ പറ്റും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.